വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ ഇരുണ്ടു. ഇത് ഏത് സ്ഥലമാണെന്ന് പേടിയോടെ അവള് തന്നെ നയിച്ച ചെറുപ്പക്കാരോട് ചോദിച്ചു. പേടിയോടെ അവള് കിണറ്റിലേക്ക് നോക്കി. പോർച്ചുഗലിലെ എൽബോൺ എന്ന സ്ഥലത്ത് ഭക്തയായ ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു. ഭക്തയായിരുന്നെങ്കിലും അവള് തിരുനാൾ ദിവസങ്ങളിലോ ഞായറാഴ്ചകളിലോ തിരുക്കർമ്മങ്ങളിൽ സജീവമായി പങ്കുചേരുന്നതിൽ ശ്രദ്ധിച്ചിരുന്നില്ല. വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ദിനമായ ജൂൺ 13 അവള് തന്റെ ഗ്രാമത്തിൽ നിന്നും മറ്റ് സ്ത്രീകളോടൊത്ത് ഗോതമ്പ് പൊടിക്കുവാനായിട്ട് പുറപ്പെട്ടു. തലയിലെ ചുമടുമായി അവർ നീങ്ങുമ്പോൾ ശക്തമായ ഒരു കാറ്റ് വീശി. എതിർവശത്ത് നിന്നുണ്ടായിരുന്ന ശക്തമായ കാറ്റ് തന്റെ തലയിലിരുന്ന ചാക്കിലടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട അവള് ആരോ പിടിച്ചത് തള്ളിയതുപോലെ ശക്തമായി നിലത്തേക്ക് വീണു. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ ഇരുണ്ടു. ഉഗ്രമായ വേദന കൊണ്ട് പിടഞ്ഞുപോയി അവളുടെ അടുത്തേക്ക് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അടുക്കുന്നതായിട്ട് അവൾ കണ്ടു. പതുക്കെ വേദനയിൽ നിന്നും അവള് വിമുക്തയായി. ആ ചെറുപ്പക്കാരൻ അവളെ എഴുന്നേൽപ്പിച്ച് വിശാലമായ ഒരു വയലിലേക്ക് നയിച്ചു. ആ യാത്രയുടെ അവസാനം അവരെത്തിച്ചേർന്നത് ഭീകരവും ഇരുള് കട്ടുപിടിച്ച് കിടക്കുന്നതുമായിട്ടുള്ള ഒരു കിണറിന്റെ അടുത്താണ്. ഭീകരമായ മിന്നൽ പിണറുകൾ ഈ കിണറിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ദുർഗന്ധം നിറഞ്ഞതും ചൂടേറിയതുമായ ഒരു കാറ്റ് അവിടെയെങ്ങും വീശുന്നുണ്ടായിരുന്നു. പീഡിപ്പിക്കപ്പെടുന്നവരുടെയും പീഡിതരുടെയും ആകാശങ്ങളും നിലവിളികളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരുന്നു. പേടിയോടെ അവള് കിണറ്റിലേക്ക് നോക്കി. ഇടയ്ക്കിടെ ഉയർന്ന മിന്നൽ പിണറുകൾ വിവിധ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നത് അവൾ കണ്ടു. അവരുടെ പ്രവൃത്തികൾക്കനുസൃതം അവരെ ശിക്ഷിക്കപ്പെട്ടിരുന്നു. അന്യായ പലിശ കൊണ്ട് അനേകരെ ബുദ്ധിമുട്ടിച്ച ഒരാളുടെ കഴുത്തിലെ ചുട്ടുപൊള്ളുന്ന ജ്വാലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പണസഞ്ചി തൂക്കിയിട്ടിരുന്നു. പിശാചുകൾ അതിൽ തീനാളങ്ങളാകുന്ന നാണയങ്ങൾ നിക്ഷേപിച്ചു. അയാൾ അലറി കരയുന്നുണ്ടായിരുന്നു. മറ്റു തെറ്റുകൾ ചെയ്തവർക്കും അനുയോജ്യമായ ശിക്ഷകൾ നൽകുന്നുണ്ടായിരുന്നു. ഇത് ഏത് സ്ഥലമാണെന്ന് പേടിയോടെ അവള് തന്നെ നയിച്ച ചെറുപ്പക്കാരോട് ചോദിച്ചു. അയാള് പറഞ്ഞു, ഇതാണ് നരക ഗർത്തങ്ങൾ. ധാരാളം ആളുകൾ അതിൽ ഈയാമ്പാറ്റകളെ പോലെ വന്ന് വീണുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾക്ക് വേദനയും സങ്കടവും തോന്നി. നഗരത്തിലെ പ്രതാപശാലികളും പ്രശസ്തരുമായിട്ടുള്ള പലരും അതിലുണ്ടായിരുന്നു. ഇതിനുശേഷം ആ ചെറുപ്പക്കാരൻ അവളെ ശാന്തമായ മറ്റൊരിടത്തേക്ക് നയിച്ചു. വിവിധ തരം പൂക്കളും ഫലങ്ങൾ ചൂടി നിൽക്കുന്ന കനികളും പഴങ്ങളും കൊണ്ട് മനോഹരമായ ഉദ്യാനമായിരുന്നു അത്. ആ സ്ഥലം വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. ആ ഉദ്യാനത്തിന്റെ മധ്യത്തിലായിരുന്നു വെൺമേഘം പോലെ വെട്ടിത്തിളങ്ങുന്ന ശോഭയോട് കൂടിയ ഒരു കൂടാരം ഉണ്ടായിരുന്നു. കുലീനമായ വസ്ത്രം ധരിച്ച തിളങ്ങുന്ന മുഖശോഭയുള്ള കുറെ ആളുകൾ പ്രദക്ഷിണമായി കടന്നു വരുന്നത് അവൾ കണ്ടു. അവരുടെ തലയിൽ സ്വർണം കൊണ്ടുള്ള കിരീടമുണ്ടായിരുന്നു. പ്രദക്ഷിണത്തിന്റെ ഏറ്റവും ഒടുവിൽ മണവാളനെ പോലെ വസ്ത്രം ധരിച്ച് തിളങ്ങുന്ന മുഖശോഭയോട് കൂടിയ ഒരാൾ ഉണ്ടായിരുന്നു. എല്ലാവരും അയാളെ കുമ്പിടുന്നതായിട്ട് അവൾ കണ്ടു. അവൾ തന്നെ നയിച്ച ചെറുപ്പക്കാരോട് ഈ സ്ഥലം ഏതാണെന്നും പ്രദക്ഷിണത്തിന്റെ അർത്ഥം എന്താണെന്നും ആരാഞ്ഞു. മറുപടിയായിട്ട് അയാൾ പറഞ്ഞു, ഭൂമിയിൽ നന്മ ചെയ്തവരുടെ ആത്മാക്കളെ വിശ്രമിക്കുന്ന ഇടമാണിത്. പ്രദക്ഷിണമായി കടന്നു വന്നവര് നിത്യ സൗഭാഗ്യത്തിന് അർഹരായവരാണെന്നും ഏറ്റവും ഒടുവിൽ കണ്ടത് വിശുദ്ധ അന്തോണീസിനെയാണ്. വിശുദ്ധരുടെ തിരുനാളുകൾ ഭൂമിയേക്കാൾ ഭംഗിയായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. എല്ലാ വിശുദ്ധരുടെയും തിരുനാൾ അങ്ങനെ തന്നെയാണ്. ഇന്നിവിടെ അന്തോണീസിന്റെ തിരുനാൾ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഏറ്റവും പുറകിലായി കാണാൻ സാധിച്ചത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, നിന്നെ ഇവിടെ കൊണ്ടുവന്ന ഈ ദൃശ്യം കാണിച്ചത് തിരുനാളുകൾക്കും കടമുള്ള ദിവസങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുവാനാണ്. അവ യഥാവിധി ആചരിക്കാത്ത പക്ഷം ഇവിടെ എത്തിച്ചേരാൻ നിനക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അവൾക്ക് ഇത്തരത്തിലുള്ള ഒരു ദർശനം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ബന്ധുക്കള് അവളുടെ ഭൗതിക ശരീരം സംസ്കരിക്കുവാനായിട്ട് ഒരുങ്ങുകയായിരുന്നു. ശക്തമായ കാറ്റിൽ എടുത്തെറിയപ്പെട്ട അവള് മരിച്ച പോലെ കാണപ്പെട്ടിരുന്നു. അവളുടെ കല്ലറയെ സമീപിച്ചപ്പോഴേക്കും അവളുടെ ദർശനം അവസാനിച്ചിരുന്നു. ഒരു ഉറക്കത്തിൽ എന്ന പോലെ അവൾ എഴുന്നേറ്റിരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. സാധാരണ നിലയിലേക്ക് കടന്നു വന്ന അവള് തന്റെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവച്ചു. പിന്നീട് അവള് ആത്മീയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു.